വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ട് എഗ് ബജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എഗ് ബജി തയ്യാറാക്കുന്നതിനായി ഒരു 6 കോഴിമുട്ട ഞാനിവിടെ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. കോഴിമുട്ട റെഡി ആവുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇതിനായി ഒരു സവാള സ്ലൈസ് ചെയ്തത്, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില കട്ട് ചെയ്തത് എന്നിവയാണ്. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള സ്ലൈസ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം സവാള റെഡിയാകുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടെ ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടെ അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി 200 ഗ്രാം മൈദ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 കോഴിമുട്ട, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. മാവ് അധികം ലൂസാക്കരുത്. ശേഷം ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബോയിൽ ചെയ്ത കോഴിമുട്ടയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സെൻറ്റർ ഒന്ന് കീറി കൊടുത്തിട്ട് 2 പീസാക്കിയിട്ടുണ്ട്. ഇനി കോഴിമുട്ടയുടെ അകത്തെ വശം നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ശേഷം ഇവ കോഴിമുട്ടയിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല നിറച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ 12 പീസ് കോഴിമുട്ടയും ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഓയിൽ ചൂടാകുമ്പോൾ നമ്മളുടെ കോഴിമുട്ട മാവിൽ മുക്കിയെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധിക നേരമൊന്നും എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, നമ്മൾ കോഴിമുട്ട മാവിൽ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇഫ്താർ സ്പെഷ്യൽ എഗ് ബജി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.